നമ്മൾ നേരത്തെ പേഴ്സണൽ പ്രൊനൗൺ നോക്കിയായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നതാണ് വേർബ് കോൺജുഗേഷൻ അഥവാ വേർബ് എൻഡിങ്. നമ്മൾ ഇംഗ്ലീഷിൽ വേർബ് എൻഡിങ് എന്നും പറയാം. കോണ്ടെക്സ്റ്റ് എന്തെന്ന് വെച്ചാൽ സബ്ജക്റ്റ് അനുസരിച്ച് വേർബിൻ്റെ എൻഡിങ് മാറുകയാണ് ഇവിടെ. സോ നോക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് ഇഷ് ആണ് അഥവാ ഞാൻ എന്ന് പറയുമ്പോൾ വേർബിൻ്റെ എൻഡിങ് ഇ ആണ്. ദു യു ഇൻഫോർമൽ എന്ന് വരുമ്പോൾ വേർബിൻ്റെ എൻഡിങ് എസ് ടി ആണ്. എസ് സി എന്ന് വെച്ചാൽ ഹി, എസ് എന്ന് വെച്ചാൽ ഇറ്റ്, സി എന്ന് വെച്ചാൽ ഷി. ഈ മൂന്നിനും വേർബിൻ്റെ എൻഡിങ് ടി ആണ്. ഇപ്പോൾ പ്ലൂറലിലേക്ക് വരികയാണെങ്കിൽ വിയർ നമ്മളെന്ന് പറയുമ്പോൾ വേർബിൻ്റെ എൻഡിങ് ഇ എൻ ആണ്. ഇഹർ അഥവാ യു പ്ലൂറൽ ഇൻഫോർമൽ വരുമ്പോൾ വേർബിൻ്റെ എൻഡിങ് ടി ആണ്. ഫോർമൽ യു സീനും ദേനും ഇ എൻ ആണ് വേർബിൻ്റെ എൻഡിങ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സി അഥവാ ഷീൻ്റെ എൻഡിങ്ങും ഇഹർ യു പ്ലൂറലിൻ്റെ എൻഡിങ്ങും സെയിം ആണ്. അതുപോലെ തന്നെ വിയർ നമ്മളെന്ന് പറയത്തില്ലേ അതിൻ്റെ എൻഡിങ്ങും ഫോർമൽ യു ആസ് വെൽ ആസ് ദേ ഇത് രണ്ടിൻ്റെ എൻഡിങ്ങും സെയിം ആണ്. സോ ഇത് ഈ ബേസിക് നമ്മൾ മെമ്മറൈസ് ചെയ്താൽ ഇനി വരുന്ന വേർബിൻ്റെ സ്റ്റെം അഥവാ എൻഡിങ് എന്ന് പറയും. ഇനി വരുന്ന വേർബിൻ്റെ സ്റ്റെമ്മിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ബേസിക് മാത്രം മെമ്മറൈസ് ചെയ്യുക. ഇനി വരുന്ന വേർബിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നമ്മൾ നേരത്തെ വേർബ് കോൺജുഗേഷൻ അഥവാ വേർബ് എൻഡിങ് നോക്കിയായിരുന്നു. ഈ പറയുന്ന മെത്തേഡിനെ എങ്ങനെ ഒരു വേർബിൻ്റെ സ്റ്റെമ്മിൽ അപ്ലൈ ചെയ്യാമെന്നിട്ട് ഇപ്പോൾ അത് നമ്മൾ നോക്കാൻ പോവുകയാണ്. സോ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്ന് വെച്ചാൽ വോനൻ ആണ്. ഇതിൻ്റെ മീനിങ് ടു ലിവ്. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും ഇതൊരു വേർബ് ഞാൻ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന്. 99% വേർബ്സ് ഇ എന്നിലാണ് എൻഡ് ചെയ്യുന്നത്. അതെയാണ് നമ്മൾ ഇൻഫിനിറ്റീവ് ഫോം എന്ന് പറയുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും ഓക്കെ ഇ എന്നിൽ എൻഡ് ചെയ്യാണല്ലോ അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് എല്ലാം വേർബായിട്ട് കൺസിഡർ ചെയ്തുകൂടെയെന്ന്. അല്ല, അതിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ദർ ആർ ഓൾസോ നൗൺസ് ദാറ്റ് എൻഡ്സ് വിത്ത് ഇ എൻ അഥവാ ഹാൻഷൻ എന്ന് പറയാം നമുക്ക്. എക്സാമ്പിൾ ചിക്കൻ, ഇംഗ്ലീഷിൽ ചിക്കൻ എന്ന് പറയുന്നല്ലേ അതാണ് ഹാൻഷൻ, എൻഡ്സ് വിത്ത് ഇ എൻ. ഇപ്പോൾ ഓട്ടോബാനൻ, ഹൈവേസ് എന്ന് പറയത്തില്ല നമ്മൾ ഇംഗ്ലീഷിൽ, അതാണ് ഇ എന്നിൽ എൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല ഇ എന്നിൽ എൻഡ് ആകുമ്പോൾ അത് വേർബ് ആണോ നൗൺ ആണോ എന്ന്. അതിനാണ് നമുക്ക് മീനിങ് എന്ന് പറയുന്നത് ആവശ്യമാണ്. ഇപ്പോൾ ഈ പറയുന്ന വേർബ് എൻഡിങ്സ് ഒരു വേർഡിൽ അഥവാ വേർബിൽ സ്റ്റെമ്മിൽ അപ്ലൈ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഇഷ് എന്ന് പറയുമ്പോൾ വോൻ നെൻ അല്ലേ, ഈ ഇ എൻ ഇഗ്നോർ ചെയ്യുക. ഈ പറയുന്ന ഇഷ് വരുമ്പോൾ എങ്ങനെ എൻഡ് ചെയ്യുന്നത് ഇയിലാണ് എൻഡ് ചെയ്യുന്നത്. സോ ഇ എന്നെ റീപ്ലേസ് ചെയ്ത് ഇനെ അപ്ലൈ ചെയ്യണം. സോ ഇഷ് വരുമ്പോൾ വോന്, ഇ എന്നെ റിമൂവ് ചെയ്ത് ആ ഇനെ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ദു ഇതിൽ എൻഡ് ചെയ്യുക എസ് ടിയിലാണ് എൻഡ് ചെയ്യുന്നത്. സോ ഇ എൻ്റെ പകരം ഇവിടെയല്ല അപ്ലൈ ചെയ്യേണ്ടത്, ഇവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ ദുവിൻ്റെ പകരം എസ് ടി. സോ വോൺസ്റ്റ്. ഇപ്പോൾ എസ് സി അഥവാ ഹി, ഇറ്റ് ആൻഡ് ഷി ഇവിടെ അപ്ലൈ ചെയ്യാണ്ട് ഇവിടെ ഇ എൻ ഇരിക്കുന്ന സ്ഥലത്തിൽ എസ് സീൻ എന്താ കൊടുത്തിട്ടുള്ളത് ടി അല്ലേ. സോ വോണ്ട്. സോ എസ് സീൻ എന്താണ് വോണ്ട്. ഇപ്പോൾ പ്ലൂറൽ ഫോംസിൽ വിയർ എന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വോനൻ, കാരണം ഇൻഫിനിറ്റീവ് ഫോം അല്ലേ. ഇൻഫിനിറ്റീവ് ഫോം ആകുമ്പോൾ എല്ലാ വേർബും സ്വയമായിട്ട് ഇ എന്നിലാണ് എൻഡ് ചെയ്യുന്നത്. സോ വോനൻ, വിയറിൽ ഇ എൻ ആണ്. സോ വോനൻ. ഇപ്പോൾ IHR എൻഡ്സ് വിത്ത് ടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എസ് സി ആൻഡ് IHR ഈ രണ്ടും ടിയിലാണ് എൻഡ് ചെയ്യുന്നത്. സോ IHRന് ഇ എന്നെ റീപ്ലേസ് ചെയ്ത് ടി എടുത്തിട്ട് വോണ്ട് എന്നാണ് വരുന്നത്. ഇപ്പോൾ ഫോർ യു ഫോർമൽ ആൻഡ് ദേ, സി ആൻഡ് സി ഇതിന് വോനൻ, കാരണം ഇൻഫിനിറ്റീവ് ഫോമാണ് ഇ എന്നിലാണ് എൻഡ് ചെയ്യുന്നത്. സോ നമ്മൾ നോക്കിയ വേർബ് എൻഡിങ്ങിൽ ഈ പറയുന്ന വാക്കുകൾ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേർബ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വോനൻ എടുത്തില്ലേ, ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റി. ഈ പറയുന്ന വേർബ്സ് ആണ് റീഗൽ മാസിഷ്യ എന്ന് പറയുക, അതായത് റെഗുലർ വേർബ്സ് എന്ന്. ഈ പറയുന്ന ഫോമാറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റാത്തതിനെയാണ് റീഗൽ മാസിഷ്യ എന്ന് പറയുക, അതായത് ഇറഗുലർ വേർബ്സ് എന്ന്. സോ ആ പറയുന്ന ഇറഗുലർ ഞാൻ ഫോളോയിങ് ആയിട്ട് എടുക്കാം.